ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി ഇന്നി ഇദാ സാമനി ലൈമു യുറബിഉനി അഖൂലു യാ സയ്യിദ അസ്സാദാത്തി യാ സനദി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ നമ്മോട് വിവരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അഫലം യസീറു ഫിൽ അർദ് ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫി സുദൂർ. ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിന്തിക്കുന്ന ഹൃദയങ്ങൾ, കേൾക്കാൻ പറ്റുന്ന കാതുകൾ ഒക്കെ നമുക്ക് കാണാം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മനുഷ്യൻ ശരിയായി കാണേണ്ടത് അവൻ്റെ ഹൃദയം കൊണ്ടാണ്. ഹൃദയത്തിന് അന്ധത ബാധിച്ചു പോയാൽ, നെഞ്ചകത്തിലുള്ള ഹൃദയത്തിന് അന്ധത ബാധിച്ചാൽ പിന്നെ സത്യവും അസത്യവും, നേരിനെയും പതിരിനെയും തിരിച്ചറിയാൻ മനുഷ്യന് കഴിയില്ല. മനുഷ്യനെ വേർതിരിക്കുന്നത് അവൻ്റെ ചിന്തിക്കുന്ന വിവേകമുള്ള ഒരു ജീവി എന്ന രീതിയിലാണ്. മനുഷ്യഹൃദയം ചീത്തയായാൽ മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിച്ചു പോകും. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നത്, അവരെന്തുകൊണ്ട് അവർക്ക് നൽകിയ കാതുകൊണ്ട് കേൾക്കാനും കണ്ണുകൊണ്ട് കാണാനും അവർക്കെന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതുപോലെ ഹൃദയം നൽകി ആ ഹൃദയം കൊണ്ട് ചിന്തിക്കാത്തവർ അവർ മൃഗതുല്യരാണ്, അല്ല അതിനേക്കാൾ അധപ്പതിച്ചവരാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യനെ നന്നാക്കാനും അവൻ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തിക്കുന്നതും അവൻ്റെ ഹൃദയമാണ്, കൽബാണ്. ആ കൽബ് മൂന്ന് വിഭാഗങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഒന്ന്, അള്ളാഹുവിൻ്റെ ചിന്തകളിൽ നിന്നും നല്ല കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായ ഹൃദയം. അവിടെ പിന്നെ പിശാച് മാത്രമേ കുടിയിരിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഹൃദയം, അത് നല്ല ചിന്തകൾ അവൻ്റെ മനസ്സിലുണ്ട്, അതിൻ്റെ കൂടെ ചീത്ത വികാരങ്ങളും പൈശാചികമായ പ്രേരണകളുമെല്ലാം സമ്മിശ്രമായി കൂടിക്കുഴയുന്ന ഹൃദയം. മൂന്നാമത്തെ കൽബ്, അത് അള്ളാഹുവിൽ മാത്രം വിലയം പ്രാപിക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും പൈശാചികമായ പ്രവണതകളെല്ലാം വിമുക്തമാക്കപ്പെട്ട കൽബ്. ഇവിടെ നാം സംശീകരിച്ചെടുക്കേണ്ട ഹൃദയം, അത് ഏറ്റവും സ്ഫുടമായ, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മനുഷ്യൻ അവൻ ജന്മനാൽ ഒരുപാട് ചീത്ത സ്വഭാവങ്ങളും അതുപോലെ ദുർഗുണങ്ങളുമൊക്കെ അവൻ്റെ മനസ്സിൽ ഉണ്ടാകുമെന്നതാണ്. അതിനെ വിമലീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നല്ല സ്വഭാവങ്ങൾ കൊണ്ട്, നല്ല വിശേഷണങ്ങൾ കൊണ്ട് മനുഷ്യരിൽ അന്തർലീനമായ ചീത്ത സ്വഭാവങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുമ്പോഴാണ് മനുഷ്യൻ ഉന്നതമായ സ്ഥാനത്തേക്കെത്തുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ്റെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ രോഗങ്ങളിൽ നിന്നെല്ലാം വിമലീകരിച്ച്
ശുദ്ധിയായി മാറുന്നവർക്ക് മാത്രമേ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, ഒരുപാട് ദുസ്വഭാവങ്ങൾ മനുഷ്യഹൃദയത്തെ വേട്ടയാടുന്നുണ്ട്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഒരാളെ ഖബറിൽ കൊണ്ടുവച്ചാൽ അദ്ദേഹത്തെ ഒരു സാധാ മനുഷ്യനെ ആക്രമിക്കാൻ 100ഓളം പാമ്പുകൾ വരുമെന്നാണ്. എന്തേ ഇത് 99 പാമ്പുകൾ ആക്രമിക്കാനുണ്ടാകുമെന്നാണ്. ഗസാലി ഇമാം പറയുന്നത്, എന്താണ് 99 അവസാനിപ്പിച്ച് 100 എന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഞാൻ ഗവേഷണം ചെയ്തപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തിന് 99 രോഗങ്ങളുണ്ട് എന്നാണ്. ആ രോഗങ്ങളിൽ നിന്നെല്ലാം വിമലീകരിച്ച, ശുദ്ധീകരിച്ച മനുഷ്യർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുത്ത് വിജയിക്കാൻ കഴിയൂ. ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ശുദ്ധ ഖുർആൻ പറയുന്നത്, നാളെ അള്ളാഹുവിൻ്റെ സവിധത്തിലെത്തുമ്പോൾ മനുഷ്യൻ അവൻ്റെ സമ്പത്തോ സന്താനങ്ങളോ അവൻ്റെ ഭൗതികമായ എന്തെങ്കിലും ഐശ്വര്യങ്ങളോ സമൃദ്ധിയോ അവനെ രക്ഷപ്പെടുത്തില്ല. മറിച്ച് സലീമായ ഒരു ഹൃദയം, സലീം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ട, രോഗമുക്തമായ, എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഹൃദയം ഉള്ളവന് മാത്രമേ നാളെ റബ്ബിൻ്റെ മുന്നിൽ സ്ഥാനം ലഭിക്കുകയുള്ളൂ. ഇവിടെ ചില രോഗങ്ങളെക്കുറിച്ച് മാത്രം നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാം, അഖ്വഫു മാ അഖാഫു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ബഹുദൈവ ആരാധനയാണ്. എന്താണ് ഷിർക്കുൽ അസ്ഗർ? ഖാലു യാ റസൂലല്ലാഹ് വമ ഷിർക്കുൽ അസ്ഗർ. കാരണം ഷിർക്കുൽ അക്ബർ നമുക്കറിയാം, അള്ളാഹുൽ വേറൊരാളെ പങ്കു ചേർക്കലാണ്. എന്നാൽ ഷിർക്കുൽ അസ്ഗർ എന്താണ്? ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, റിയാ, അത് ലോകമാന്യമാണ്. യഖൂലുല്ലാഹു തആല ലഹും യൗമ യുജാസിൽ ഇബാദു ബി അഅമാലിഹിം, പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്ന പരലോകത്ത് വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകളോട് പറയും, ഇദ്ഹബു ഇലല്ലദീന കുന്തും തുറാഊന ലഹും ഫിദ്ദുനിയ, നിങ്ങൾ ആരെ കാണാൻ വേണ്ടിയാണോ ഭൗതിക ലോകത്ത് പ്രവർത്തിച്ചത് അവരിലേക്ക് തന്നെ നിങ്ങൾ പോയി പ്രതിഫലം വാങ്ങിക്കോളൂ. ഫൻദുറു ഹൽ തജിദൂന ഇൻദഹും ഖൈറ, അവർ വല്ല പ്രതിഫലവും തരുമോ എന്ന് നിങ്ങൾ ഒന്ന് പോയി നോക്കൂ എന്ന് അള്ളാഹു അത്തരം ആളുകളോട് പറയുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടെ നാം ഓരോ മുസ്ലിമും, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരൊക്കെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഇന്ന് നാം ജീവിക്കുന്നത് എല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്ന പ്രകടനപരതയുടെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എല്ലാം സ്റ്റാറ്റസ് ആക്കുന്ന ഒരു കാലം. സ്വകാര്യ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വരെ ആളുകൾ കാണണമെന്ന് വിചാരിച്ച് സ്റ്റാറ്റസ് ഇടുന്ന ഒരു കാലത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഗൗരവമുള്ള ഈ വിഷയത്തിലേക്ക് നമ്മുടെ ചിന്ത പോകേണ്ടതുണ്ട്. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തത് അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അള്ളാഹുവിന് വേണ്ടി നാം എന്ത് പ്രവർത്തിച്ചാലും അതൊന്നും പാഴായി പോവുകയില്ല. ഇനി അതല്ല, നമ്മുടെ ലക്ഷ്യം മാറി എന്തെങ്കിലും തിന്മ നാം ചെയ്തു പോയാലും വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, അണുമണിത്തൂക്കം തിന്മ വന്നു പോയാലും അതും രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നാളെ ആഖിറത്തിൽ വെച്ച് പറയുന്നൊരു വാചകം മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യഖൂലുല്ലാഹു തആല അന അഗ്ന ശുറകാ അനി ശിർക്ക് അന ഗനിയ്യുൻ അനിൽ അമൽ അല്ലദീ ഫീഹി ശരീകത്തുൻ ലിഗൈരി ഫമൻ അമില അമലൻ അശ്റക ഫീഹി ഗൈരി ഫഅന മിൻഹു ബരീ.
കാരണം എനിക്ക് വേണ്ടിയല്ലാതെ ആരെങ്കിലും വല്ലതും പ്രവർത്തിച്ചു പോയെങ്കിൽ ഞാൻ അവനിൽ നിന്നും ഒഴിവാണ്. കാരണം എന്നോടവൻ പ്രതിഫലം ചോദിക്കാൻ വരേണ്ടതില്ല എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. ആഖിറം ലക്ഷ്യമിടുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ അവരുടെ പ്രവർത്തനങ്ങൾ മഖ്ബൂലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അതെന്നെന്നും സ്തുത്യർഹമായി സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. റമദാനിലൊക്കെ ഒരുപാട് ആളുകൾ നോമ്പ് നോക്കുന്നവരുണ്ട്. റുബ്ബ സ്വാഇമിൻ ലൈസ ലഹു ഹദ്ദുൻ മിൻ സൗമിഹി ഇല്ലൽ ജൂ വൽ അത്ഷ്. കാരണം അള്ളാഹുവിൻ്റെ പൊരുത്തം കാക്ഷിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ, അത് നോമ്പാകട്ടെ എന്ത് വലിയ അമലുകളാലും, നോമ്പോ ഹജ്ജോ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും റബ്ബിൻ്റെ വജ്ഹിനെ കരുതിയില്ല എങ്കിൽ നോമ്പ് നോറ്റിട്ട് കാര്യമില്ലൽ ജൂ വൽ അത്ഷ്, വിശപ്പും ദാഹവും മാത്രമേ ഉണ്ടാവൂ. വറുബ്ബ ഖായിമിൻ ലൈസ ലഹു ഹദ്ദുൻ മിൻ ഖിയാമിഹി. ഒരുപാട് നിസ്കരിക്കുന്നവരുണ്ട്, പക്ഷേ ആ നിസ്കാരം കൊണ്ട് ഒരു പ്രതിഫലവും ലഭിക്കില്ല. സഹറ വൻ നസബ്, കുറേ നിന്ന് കാല് കടച്ചിലെടുത്തു അല്ലെങ്കിൽ ഉറക്കൊഴിഞ്ഞു എന്നല്ലാതെ വേറെ ഒന്നും അതുകൊണ്ട് നേടാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ഹൃദയത്തെയാണ് ശുദ്ധീകരിക്കേണ്ടത്. ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള ചില മരുന്നുകളെക്കുറിച്ച് മഹാനായ സൈനുദ്ദീൻ മഅബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്.